കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് വലിയ രീതിയിൽ തന്നെ വൈറലാകുന്നുണ്ട്. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയെ രാഹുൽ ഗാന്ധി സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു വിട്ടെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത്. വീഡിയോയിൽ സോണിയാഗാന്ധിയെ കാണാനും സാധിക്കുന്നുണ്ട്. മല്ലികാർജുൻ ഖാർഗെ എഴുന്നേൽക്കുന്നതും കസേരകൾക്ക് പിന്നിലൂടെ നടന്നു നീങ്ങുന്നതും 23 സെക്കൻഡ് ദൈർഘ്യമുള്ള ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. പോസ്റ്റിന് നൽകിയിരിക്കുന്ന തലക്കെട്ട് ഇങ്ങനെയാണ്: AICC പ്രസിഡന്റിന്റെ ഗതികേട് നോക്കണേ, അടുത്ത് വേറെ കസേരകളുണ്ട്. എന്നാലും അച്ഛനേക്കാൾ പ്രായമുള്ളയാളെ എഴുന്നേൽപ്പിച്ചിട്ടു തന്നെ ആ കസേരയിൽ ഇരിക്കണം. അപമാനിതനായ ആ വൃദ്ധൻ അടുത്ത് മറ്റൊരു സീറ്റുണ്ടായിട്ടും അതിലേക്ക് മാറിയിരിക്കാതെ പ്രാഞ്ചി വേദി വിടുന്നത് കണ്ടോ? അങ്ങേരുടെ പോക്ക് കണ്ടോ? കഷ്ടം. ഏതെങ്കിലും മര്യാദയുള്ള സ്ത്രീയാണ് സോണിയയെങ്കിൽ മകനോട് അദ്ദേഹം അവിടെ ഇരിക്കട്ടെ, നീ അപ്പുറത്തെ ചെയറിൽ ഇരിക്ക്, അല്ലെങ്കിൽ എൻ്റെ ഇടതുവശത്ത് കസേരയുണ്ട്, ഇവിടെ ഇരിക്ക് എന്ന് പറഞ്ഞ് തിരുത്തേണ്ടതല്ലായിരുന്നോ? അഹങ്കാരത്തിന് തള്ള വളം വെച്ചു കൊടുത്ത് ഇവിടെ വരെയായി കാര്യങ്ങൾ. എന്നാൽ പോസ്റ്റിൽ പറയുന്ന പോലെയുള്ള കാര്യങ്ങൾ സത്യമാണോ എന്ന് അന്വേഷിച്ചു. വൈറൽ വീഡിയോയുടെ ഫ്രെയിമുകൾ റിവേഴ്സ് ഇമേജിൽ സെർച്ച് ചെയ്തപ്പോൾ ചില മാധ്യമ റിപ്പോർട്ടുകൾ കണ്ടെത്താനും കഴിഞ്ഞു. കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരമായ ഇന്ദിരാഭവൻ ഉദ്ഘാടന ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടെത്തിയത്. ഡൽഹിയിലെ കോട്ട്ല റോഡിലുള്ള കോൺഗ്രസിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ജനുവരി 15-ന് സോണിയാഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പരിശോധിച്ചു. ഇന്ദിരാഭവൻ ഉദ്ഘാടന ചടങ്ങിന്റെ ദൈർഘ്യമേറിയ വീഡിയോകൾ കൂടുതൽ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തി. ന്യൂസ് 9 ലൈവ് പങ്കുവച്ച തത്സമയ വീഡിയോ പരിശോധിച്ചപ്പോൾ വൈറൽ പോസ്റ്റിൽ ഉപയോഗിച്ചിട്ടുള്ള ക്ലിപ്പ് കണ്ടെത്താനുമായി. സത്യത്തിൽ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് സമ്മേളനം നടക്കുന്ന വേദിയിൽ ആദ്യം സംസാരിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. തുടർന്ന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രസംഗത്തിനായി എത്തുന്നതും കാണാം. ഖാർഗെയെ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ രാഹുൽ ഗാന്ധി സഹായിക്കുകയാണ്. ഖാർഗെ സദസ്സിനോട് സംസാരിക്കുന്നു. ഏകദേശം 15 മിനിറ്റ് നേരം ഖാർഗെ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ശേഷം അദ്ദേഹം ആദ്യമിരുന്ന സ്ഥലത്ത്, അതായത് സോണിയാഗാന്ധിയുടെ സമീപമുള്ള കസേരയിൽ തിരികെ വന്നിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നുണ്ട്. ഈ വീഡിയോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക യൂട്യൂബ് പേജിൽ പങ്കുവച്ചിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെക്കും KC വേണുഗോപാലിനും മധ്യത്തിലാണെന്ന് പൂർണ്ണ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. സത്യത്തിൽ മല്ലികാർജുൻ ഖാർഗെയെ എഴുന്നേൽപ്പിച്ചു വിട്ട ശേഷം രാഹുൽ ഗാന്ധി അവിടെ ഇരുന്നുവെന്നും അപമാനിതനായ ഖാർഗെ വേദി വിട്ടു പോയെന്നുമുള്ള പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ്. പലപ്പോഴും ഇത്തരം വ്യാജ വീഡിയോകൾ കോൺഗ്രസിനെതിരെ ഉയരുന്നത് സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ്. തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരം വീഡിയോകളുടെ പ്രചരണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതുമല്ല. എന്നാൽ എല്ലാ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് അവ എളുപ്പം പുറത്തു കൊണ്ടുവരാനും സാധിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. BJP അനുകൂലികൾ കാണിക്കുന്ന ഇത്തരം വിഡ്ഢിത്തങ്ങൾ കണ്ട് ചിരിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല. മാത്രമല്ല, ഇവർ ഇനിയും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും.